Nature is my mother, sister, and guide. These are the words of William Wordsworth, the famous romantic poet. വളരെ പ്രശസ്തനായ റൊമാൻറ്റിക് എഴുത്തുകാരൻ വില്യം വേർഡ്സ്വർത്തിന്റെ ശ്രേഷ്ഠമായ വരികളാണ് പ്രകൃതി എൻ്റെ അമ്മയാണ്, സഹോദരിയാണ്, അതോടൊപ്പം തന്നെ വഴികാട്ടിയുമാണ്. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ഹാപ്പിനെസ് ഓർ ജോയ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടും. അതായത് ഏത് ദുഃഖത്തിലും നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങുകയാണെങ്കിൽ, പ്രകൃതിയിലേക്ക് തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. സോ ഹിയർ വി ആർ ഡിസ്കസിങ് സച്ച് എ ടോപ്പിക്, റെസല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്, ദ ഫേമസ് പോം ബൈ വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്തിന്റെ ശ്രേഷ്ഠമായ ഒരു കവിതയാണ് റെസല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. ആൻഡ് ദിസ് പോം ഇസ് റിട്ടൺ ഇൻ 20 stanzas. 20 സ്റ്റാൻസകളുള്ള ഒരു പോമാണ്. ആൻഡ് ദിസ് ചാപ്റ്റർ ഇസ് ഡിസ്കസിങ് now. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററാണ് റെസല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്, റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. As we already know, William Wordsworth is a famous romantic poet and he was poet laureate from 1843 to 1850 till his death. അദ്ദേഹത്തിന്റെ മരണം വരെ 1850 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം ആസ്ഥാന കവിയായിരുന്നു, ഇംഗ്ലണ്ടിന്റെ പോയറ്റ് ലോറേറ്റ് ആയിരുന്നു. 1843 മുതൽ 50 വരെയാണ് അദ്ദേഹം പോയറ്റ് ലോറേറ്റ് ആയി ഇരുന്നത്. ആൻഡ് ഹി ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പോയറ്റ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ കവികളിൽ ഒരാളാണ് വില്യം വേർഡ്സ്വർത്ത്. ആൻഡ് ദിസ് പോം ഡീൽസ് വിത്ത് എ leech gatherer whom he met during his walk through the countryside after a night of rain in Scotland. സ്കോട്ട്ലൻഡിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരിയായ ഡോറോത്തി വേർഡ്സ്വർത്തും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ് സ്കോട്ട്ലൻഡിലേക്ക്. ആ ട്രിപ്പില് ഒരു ശക്തമായ കാറ്റും മഴയുമുള്ള ഒരു രാത്രി കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് അവർ നടക്കാൻ പോകുന്ന സമയം ഒരു ലീച്ച് ഗ്യാദററെ കണ്ടുമുട്ടുന്നു. ലീച്ച് പഴങ്ങൾ പെറുക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. വയസ്സായ പ്രായം ചെന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രായവും തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത അദ്ദേഹത്തിന്റെ ആ ഒരു മനക്കരുത്തും ഒക്കെയാണ്. പ്രായം ഒരുപാടായെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഉൾക്കരുത്താണ് ഈ കവിത എഴുതാനുള്ള കാരണം. ഹിയർ റെസല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ടൈറ്റിൽ പറയുന്നുണ്ട്. റെസല്യൂഷൻ മീൻസ് ഡിസയർ, സ്ട്രോങ് ഡിസയർ ആണ്, നമ്മുടെ തീരുമാനങ്ങളാണ്. ആൻഡ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. ഇവിടെ നമ്മളുടെ മനസ്സാണ് എല്ലാം എന്നുള്ള ഒരു ധ്വനിയും കൂടി ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളുടെ മനസ്സ്, നമുക്കറിയാം നമ്മൾ ക്ഷീണമാണ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, അതേസമയം എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സിനോടൊപ്പം തന്നെ ഉഷാറാവും, ഉണർന്നെഴുന്നേൽക്കും. അതേ അവസ്ഥയാണ് ഈ കവിതയിലും കാണാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു ദ പോം ഹാസ് 20 stanzas, 20 സ്റ്റാൻസയാണുള്ളത്. ആൻഡ് ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ പോം. ഈ കവിതയിൽ നമ്മൾ പറഞ്ഞു നേച്ചർ ആൻഡ് ദ ജോയ് ഇൻ നേച്ചർ ഓർ ദ ജോയ് ദാറ്റ് പ്രൊവൈഡ്സ് നേച്ചർ ആർ ദ മേജർ തീംസ് ഓഫ് ദിസ് പോം. ഈ കവിതയിലെ പ്രധാനപ്പെട്ട തീംസ് പ്രകൃതി, അതേപോലെ പ്രകൃതി ഭംഗിയിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം, ഇതാണ് ഈ കവിതയുടെ ഇതിവൃത്തം. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞു ഹിയർ വി ക്യാൻ സീ എ കോൺട്രാസ്റ്റ്. ഒരു കോൺട്രാസ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമേ നമ്മൾ പറഞ്ഞു ഈ കവിത ഒരു ശക്തമായ കാറ്റും മഴയുമുള്ള ഒരു രാത്രി കഴിഞ്ഞതിന് പിറ്റേ ദിവസം ഇവര് നടക്കാൻ പോകുന്ന സമയത്ത് ലീച്ച് ഗ്യാദറിനെ കണ്ടുമുട്ടുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ്, ആ ഒരു സിറ്റുവേഷനിലാണ് ഈ കവിത തുടങ്ങുന്നത്. റെസല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ബൈ വില്യം വേർഡ്സ്വർത്ത്. There was a roaring in the wind all night. The rain came heavily and fell in floods. കവി പറയുന്നു there was a roaring in the wind all night. രാത്രി മുഴുവൻ ഭയങ്കര റോറിംഗ് ആയിരുന്നു. റോറിംഗ് മീൻസ് ശക്തമായ കാറ്റ്, അലറുന്ന കാറ്റ്. കാറ്റിന്റെ ആ ഒരു ഒച്ച നമുക്ക് കേൾക്കാമായിരുന്നു രാത്രിയിൽ. ആൻഡ് the rain came heavily, fell in floods. And the rain
followed this wind. ഈ കാറ്റിനെ പിന്തുടർന്ന് മഴയും ഉണ്ടായിരുന്നു, ശക്തമായ മഴ. ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ് ഇൻടു എ ഫ്ലഡ്. ഒരു ഫ്ലഡായി മാറി, വെള്ളപ്പൊക്കമാകുന്ന രീതിയിലേക്ക് മാറി. എത്രത്തോളം ശക്തമായ കാറ്റും മഴയും. ബട്ട് നൗ, പക്ഷെ ഇപ്പോഴോ, ദ സൺ ഈസ് റൈസിങ് കാം ആൻഡ് ബ്രൈറ്റ്. പക്ഷേ ഈ കാറ്റും മഴയും കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചത് വളരെ കാം ആൻഡ് ബ്രൈറ്റ്, വളരെ ശാന്തമായിട്ട്, നല്ല ശക്തിയിൽ, ബ്രൈറ്റ് ആയിട്ട്, വളരെ ഷൈനിങ് ആയിട്ടുള്ള ആ ഒരു പ്രഭാതം. And the birds are singing in the distant woods, and we can hear the chirping sound of birds. ആ അങ്ങ് അകലെ കാണുന്ന വനത്തില് പക്ഷികളുടെ കളകള ശബ്ദം കേൾക്കാം. Over his own sweet voice the stork dove broods. Stork dove പക്ഷിയാണ്, ആ എന്താണ്, പ്രാവ്. ആ പ്രാവിന്റെ കുറുകൽ കേൾക്കാം. And the jay makes answer to the nappy chatters. അതായത് ആ ആനിമൽസിന്റെ മപ്പൈ കുരങ്ങന്മാർ, അതേപോലെ തന്നെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ചാറ്ററിങ് സൗണ്ട്, അതേപോലെ ദേ ആർ മേക്കിംഗ് സൗണ്ട്സ് ആൻഡ് ദേ ആർ എൻജോയിങ് ദ മോർണിംഗ്. ഈ പക്ഷികളൊക്കെ ആ ഒരു ശക്തമായ കാറ്റും മഴയും കഴിഞ്ഞ് ആ ഒരു പ്രകൃതിയെ ആസ്വദിക്കുകയാണ്. ദേ ആർ എൻജോയിങ് ലൈഫ്. And all the air is filled with the pleasant noise of water. ഇനി അന്തരീക്ഷത്തിൽ എന്തും കേൾക്കാം, the pleasant noise of water. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ കളകള ശബ്ദവും കേൾക്കാം, പക്ഷികളുടെ നാദം കേൾക്കാം, അതോടൊപ്പം തന്നെ ആനിമൽസിന്റെ ശബ്ദം കേൾക്കാം, അതോടൊപ്പം വെള്ളത്തിന്റെ, ആ വെള്ളം ഒഴുകി വരുന്ന ആ ശബ്ദവും കേൾക്കാം. Here the poet describes the nature in a beautiful way. വളരെ മനോഹരമായ രീതിയിൽ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടാണ് he opens the poem. Next stanza. All things that love the sun are out of doors. The sky rejoices in the morning's birth. ഇനി പറയുന്നു, all things that love the nature are out of doors. Out of doors means എല്ലാം, അതായത് സൂര്യനെ സ്നേഹിക്കുന്ന എല്ലാ വസ്തുക്കളും പുറത്തേക്ക് വന്നു. That means the nature or all things in nature are enjoying the beauty of nature. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് ഈ ഭംഗി ആസ്വദിക്കുകയാണ്, പ്രഭാത ഭംഗി ആസ്വദിക്കുകയാണ്. And the sky rejoices in the morning's birth. The sky also, സ്കൈയുടെ ആകാശം. And it rejoice means make happy, സന്തോഷമുണ്ടാകുന്നു. In the morning's birth, പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ആകാശം പോലും സന്തോഷിക്കുകയാണ്. ആകാശത്ത് സന്തോഷം മീൻസ് ദ ബ്രൈറ്റ്നസ് ദാറ്റ് ലിംഗേഴ്സ് ഇൻ ദ എയർ. ആ ഒരു അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു തെളിച്ചമാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ആ ഒരു പ്രഭാതത്തിന്റെ ആ ഒരു വെളിച്ചം. Then the grass is bright with the raindrops. നമുക്ക് കാണാം എന്താണ്, പുൽനാമ്പുകളിൽ മഞ്ഞുതുള്ളി വീണു നിൽക്കുന്നത്. ആൻഡ് ഓൺ ദ മൂർ മീൻസ് ചതുപ്പ് നിലങ്ങൾ. അവിടെ എന്ത് കാണാം, ദ ഹെയർ ഈസ് റണ്ണിങ് റേസസ് ഇൻ ഹർ മിർത്ത്. ഹെയർ മീൻസ് മുയല് എന്താ ചെയ്യുന്നത്, ഇസ് റണ്ണിങ് റേസസ് ഇൻ ഹർ മിർത്ത്. മിർത്ത് മീൻസ് ഹാപ്പിനെസ്, സന്തോഷം കൂടിയിട്ട് മുയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നത് കാണാം. And with her feet she from the plashy earth raises a mist. ഇനി ഈ ഓടിക്കളിക്കുന്ന മുയൽ എന്താ ചെയ്യുന്നത്, and with her feet, കാലുകൊണ്ട്, she from the plashy earth, ആ ഭൂമിയില്, അതായത് ഈ മഞ്ഞും മഴത്തുള്ളിയും മഞ്ഞുതുള്ളിയും ഒക്കെ വീണ് കിടക്കുന്ന ആ ചതുപ്പ് നിലത്ത് ഓടിക്കളിക്കുന്ന മുയല് എന്ത് ചെയ്യുന്നു, റേസസ് എ മിസ്റ്റ്. അങ്ങനെ ഓടിക്കളിക്കുന്ന സമയത്ത് കാലുകൊണ്ട് ആ മിസ്റ്റിനെ, മഞ്ഞിൻ കണത്തെ തട്ടിത്തെറിപ്പിച്ചാണ് ഓടുന്നത്. നമ്മള് മഴ പെയ്ത് വെള്ളമുള്ള പ്രദേശത്തൂടെ അല്ലെങ്കിൽ റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് സൈഡിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. ആ വെള്ളം തട്ടിത്തെറിപ്പിച്ച് നമ്മൾ പോകാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതേപോലെ ഈ മുയൽ ഓടിക്കളിക്കുമ്പോൾ ആ മഞ്ഞിൻ കണത്തെ തട്ടിത്തെറിപ്പിച്ചാണ്. വളരെ നല്ല ഡിസ്ക്രിപ്ഷനാണ്, വളരെ മനോഹരമായ ഒരു ചിത്രീകരണമാണ്. ഒരു പിക്ചർ കണ്ട പോലെ നമുക്ക് തോന്നും. ആ മുയല് ആ മഞ്ഞിൻ കണത്തെ തട്ടിത്തെറിപ്പിച്ച് ഓടിക്കളിക്കുന്നു. ആൻഡ് ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇൻ ദ സൺ.
ഇനി ആ മഞ്ഞുതുള്ളി അല്ലെങ്കിൽ ആ മഞ്ഞിൻ കണം സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ആ ഒരു മഞ്ഞിൻ കണം and runs with her all the way wherever she doth run. ഇനി ആ മുയൽ അങ്ങനെ ആ മഞ്ഞിൻ കണത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. The hare is running to and fro. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു, വളരെ സന്തോഷത്തിൽ ഓടിക്കളിക്കുന്നു. And I was a traveler then upon the moon. ഇനി ഞാൻ ആരാണ്? I was a traveler. ഞാനും ഒരു യാത്രികനായിരുന്നു. And I saw the hare that raced about with joy. സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഓടിക്കളിക്കുന്ന മുയലിനെ ഞാൻ കണ്ടു. And I heard the woods and distant waters roar. അതോടൊപ്പം തന്നെ ഈ ഓടിക്കളിക്കുന്ന മുയലിനെ ഞാൻ കണ്ടു. അതോടൊപ്പം തന്നെ അകലെയുള്ള വനത്തിലെ ഒച്ചയും അതോടൊപ്പം തന്നെ അകലെയുള്ള വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും ഒക്കെ ഞാൻ കേട്ടു. And the pleasant season did my heart employ. And this pleasant atmosphere seized my heart. എൻ്റെ ഹൃദയത്തെ കീഴടക്കി. ഈ ഒരു അന്തരീക്ഷം, ഈ പ്ലസന്റ് സന്തോഷപ്രദമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം എൻ്റെ ഹൃദയത്തെ കീഴടക്കി. And my old remembrance went from me wholly. ഈ സമയത്ത് my old remembrance, എൻ്റെ പഴയ ഓർമ്മകൾ went from me wholly. Went from me means come out completely. പൂർണ്ണമായിട്ടും എൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. അതായത് പണ്ടുണ്ടായിരുന്ന ഓർമ്മകളൊക്കെ, ഈ ശബ്ദമൊക്കെ കേട്ടപ്പോൾ, ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ പണ്ട് എൻ്റെ ഉള്ളിലുള്ള ഓർമ്മകളൊക്കെ പുറത്തേക്ക് വന്നു. ആൻഡ് ഓൾ ദ വേസ് ഓഫ് മെൻ സോ വീൻ ആൻഡ് മെലങ്കലി. അതോടൊപ്പം തന്നെ ഓൾ ദ വേസ് ഓഫ് മെൻ, മനുഷ്യൻ്റെ വഴികൾ, ദാറ്റ് വേസ് ആർ സോ വെയിൻ ആൻഡ് മെലങ്കലി. പക്ഷേ മനുഷ്യന്റെ വഴികൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഫീൽഡ് വിത്ത് melancholy and vain thoughts. Vain means useless thoughts. മനുഷ്യന്റെ ചിന്തകൾ ദുഃഖഭരിതമായിട്ടുള്ള, അതോടൊപ്പം തന്നെ യൂസ്ലെസ് ആയിട്ടുള്ള, ഉപയോഗമില്ലാത്ത കുറേ ചിന്തകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു കുട്ടിയെ പോലെയാണ് ഞാൻ. ഒരു കുട്ടി എന്നത് he is less bothered about the future or life. ഇനി എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തയില്ലാത്തൊരു കുട്ടി. അതേസമയം മനുഷ്യനെന്ന ആ ഒരു പ്രതിഭാസം, ഹി ഈസ്, നമ്മുടെ ശരീര കവിതയിൽ പറയുന്നുണ്ട്, വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട്. നമ്മൾ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ചിന്തിക്കും, അതോടൊപ്പം തന്നെ വരുവാനിരിക്കുന്ന കാലത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കും. ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട്, നമുക്ക് ഇല്ലാത്തതിനെ ഓർത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ എന്തുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അയ്യോ, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നല്ലോ, പണ്ട് എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു, ഇനി വരാനുള്ള കാലത്ത് ഞാൻ എന്തെല്ലാം ചെയ്താലാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുക, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ വി ആർ ലെസ് ബോതേർഡ് അബൌട്ട് ദ ഗിഫ്റ്റ്സ് ദാറ്റ് ആർ ഗിവൺ ഇൻ ദ പ്രസന്റ്. നമുക്കിപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സന്തോഷത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ആ സുഖത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. സോ അതുപോലെയാണ് the ways of men are melancholy and vain. Next stanza. But as it sometimes chanceth from the might of joys in minds that can no further go. ഇനി എന്താണ് പറയുന്നത്? But as it sometimes chanceth, that means ചില സമയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എങ്ങനെയാണ്? From the might of joys in minds that can no further go. സന്തോഷത്തിന്റെ എസ്റ്റസിയിൽ നിൽക്കുന്ന സമയത്ത് that can move further, that cannot move further. പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ, അതായത് ഒരു മാക്സിമത്തിലെത്തി പിന്നീട് അതിനപ്പുറം സന്തോഷത്തിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. അതോടൊപ്പം തന്നെ as high as we have mounted in delight, ചില സന്തോഷം ഏറ്റവും ഹൈയിൽ നമ്മൾ എത്തി നിൽക്കുന്ന ആ അവസരത്തിൽ in our dejection do we sink as low. ചില സമയത്ത് നമ്മൾ എക്സ്ട്രീം ഹാപ്പിനെസ്സിലെത്താറുണ്ട്. അതേസമയം തന്നെ നമ്മൾ ഡിജക്ഷൻ മീൻസ് സാഡ്നെസ്, ദുഃഖത്തിൽ വി സിങ്ക് ആസ് ലോ, നമ്മൾ ദുഃഖം വരുമ്പോൾ അങ്ങേയറ്റം താഴ്ന്നു പോകാറുമുണ്ട്, അങ്ങേയറ്റം ഡൗൺ ആവും. ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് അങ്ങേയറ്റം ഡിപ്രസ്ഡ് ആവും. അതേസമയം സന്തോഷം വരുന്ന സമയത്ത് എക്സ്ട്രീം സന്തോഷമായിരിക്കും. രണ്ടിൻ്റെയും എക്സ്ട്രീംസിലാണ്, അതിൻ്റെ നോർമൽ ലെവലിൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. സന്തോഷമാണെങ്കിൽ ഭയങ്കര സന്തോഷം, ദുഃഖമാണെങ്കിൽ അങ്ങേയറ്റം ദുഃഖമായിരിക്കും.
ആ ഒരു നോർമൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഓർ ബാലൻസ്, വി കനോട്ട് കീപ് ദ ബാലൻസ് ബിറ്റ്വീൻ ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. അതാണ് അദ്ദേഹം പറയുന്നത്. ടു മീ ദാറ്റ് മോർണിംഗ് ഡിഡ് ഇറ്റ് ഹാപ്പൻ സോ. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ടു മീ ദാറ്റ് മോർണിംഗ്, ആ പ്രഭാതത്തില് ഡിഡ് ഇറ്റ് ഹാപ്പൻ സോ, അങ്ങനെ സംഭവിച്ചു. ദാറ്റ് മീൻസ് ഐ കനോട്ട് ബാലൻസ് എക്സ്ട്രീം ഹാപ്പിനെസ് ആൻഡ് എക്സ്ട്രീം സാഡ്നെസ്. ആ രണ്ട് കാര്യങ്ങളും, അതായത് അധികമായ സന്തോഷവും ആ ഒരു അമിതമായ ദുഃഖവും എനിക്ക് ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണ്? ടു മീ ദാറ്റ് മോർണിംഗ് ഡിഡ് ഇറ്റ് ഹാപ്പൻ സോ ആൻഡ് ഫിയേഴ്സ് ആൻഡ് ഫാൻസീസ് തിക്ക് അപ്പോൺ മീ. അങ്ങനെയുള്ള സന്തോഷം, എക്സ്ട്രീം ഹാപ്പിനെസ് വൈൽ ഐ വാസ് എൻജോയിങ് നേച്ചർ, ആ പ്രകൃതിയുടെ ഭംഗി, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ആ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫിയേഴ്സ് ആൻഡ് ഫാൻസീസ് തിക്ക് അപ്പോൺ മീ കെയിം. എന്താണ്? സങ്കടവും അതേപോലെ തന്നെ പേടിയും, എന്തെന്നില്ലാത്ത പേടിയും മറ്റ് ചിന്തകളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. ദാറ്റ് മീൻസ് ഐ ബിഗാൻ ടു ഡിപ്രസ് ഓർ ഐ ഗെറ്റ് ഇൻ ടു എ ഡിപ്രഷൻ സ്റ്റേറ്റ്. ഒരു ഡിപ്രഷൻസ് അവസ്ഥയിലേക്ക് ഞാൻ മാറി. കാരണം അത്രയും നേരം എനിക്ക് സന്തോഷമായിരുന്നു, പെട്ടെന്ന് അകാരണമായ ഭീതി, എന്തിനാണെന്ന് പറയുന്നില്ല, അത് അദ്ദേഹം പറയുന്നുണ്ട്, came that dim sadness. That means a dim sadness came into my mind and blind thoughts. Blind thoughts means that thoughts can have a beginning or end. ഒരു തുടക്കവും അവസാനവും ഇല്ലാത്ത കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതായത് എന്തിനാ ചിന്തിക്കുന്നത് വരെ അറിയില്ല, ഒരു കാരണവും ഇല്ലാത്ത കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ കുറേ ഭയങ്ങളും വന്നു, അതോടൊപ്പം തന്നെ ദുഃഖം വന്നു. ഐ നോ നോട്ട്, എനിക്കറിയില്ല എന്തറിയില്ല. ഐ നോ നോട്ട് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദീസ് തോട്ട്സ്. ഈ ചിന്തകൾക്കുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തൊക്കെയോ കുറേ ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു. നോ കുക്കി, ഇതെന്തിനാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല, ഇതെന്ത് തരം ചിന്തകളാണെന്നറിയില്ല, പക്ഷേ എനിക്കറിയാത്ത എന്തൊക്കെയോ ചിന്തകൾ that came into my mind. That means here the poet expresses the normal person. ഇവിടെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് കവി പറയുന്നത്. He cannot enjoy the balance in life. That means if he is in extreme joy at the same time he began to feel sadness. നമ്മളിപ്പോൾ പറയാറുണ്ട്, നമ്മൾ നല്ല സന്തോഷത്തിലിരിക്കുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് ഫ്രണ്ട്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കുറേ ചിരിച്ചതിന് ശേഷം നമ്മൾ കവളത്തടിക്കാറുണ്ട്. കവളത്തടിച്ചിട്ട് പറയാം, അയ്യോ ഇനി എന്തായിരിക്കും വരാനുള്ളത്, എന്തിനോ കരയാനുള്ളതാണ്, ഇത്രയും ചിരിച്ചില്ലേന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അകാരണമായ പേടി അല്ലെങ്കിൽ അകാരണമായ ഭയം നമ്മളുടെ ഉള്ളിൽ കടന്നുകൂടുന്ന അവസ്ഥ. അതായത് ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു കരച്ചിലുണ്ടാകും അല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടാകും എന്നതിൻ്റെ ആ ഒരു ഇന്റർലിങ്കാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. Then next stanza, I heard the skylark wobbling in the sky. ഇനി ഞാൻ കേട്ടു, എന്തൊക്കെയാ കേട്ടെ? I can hear the wobbling sound or the sweet song of skylark. സ്കൈലാർക്കിന്റെ വാനം പാടിയുടെ മധുരമായ ശബ്ദം ഞാൻ കേട്ടു. And I bethought me of the playful hair. എന്തും കേട്ടു. And I bethought means I began to think. ഏതിനെ കുറിച്ച് ചിന്തിച്ചത്? ദ പ്ലേഫുൾ ഹെയർ, നേരത്തെ ഓടിക്കളിച്ച ആ ചതുപ്പ് നിലത്തിൽ ഓടിക്കളിച്ച ആ മുയലിനെ കുറിച്ചും ഞാൻ ഓർത്തു. ഈവൻ സച്ച് എ ഹാപ്പി ചൈൽഡ് ഓഫ് എർത്ത് ആം ഐ. And I began to think that I am the happy child of this earth. ഈ ഭൂമിയിലെ സന്തോഷവാനായ കുട്ടിയാണ് ഞാൻ. കാരണം ഒരു കുട്ടിക്ക് മാത്രമാണ് അതൊക്കെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. കാരണം പ്രായമായ ആളുകൾ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് വെറുതെ ചിലപ്പോൾ കുറേ പ്രായം എത്തിക്കഴിഞ്ഞാൽ they can enjoy nature. അതേസമയം ഒരു മിഡിൽ ഏജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്തിനാ ഈ സ്ഥലത്തൊക്കെ പോകുന്നത് എന്നുള്ള ചിന്തകൾ ഉള്ള ആളുകളുമുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഹിയർ ഓൺലി ദ ചൈൽഡ് ക്യാൻ എൻജോയ് ലൈഫ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു റിട്ടയർമെന്റ് ആഗ്രഹിച്ചിരിക്കുകയാണ്. റിട്ടയർമെന്റിന് ശേഷമായിരിക്കും നമ്മൾ അവിടെ പോകാം ഇവിടെ പോകാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ ചിന്തിക്കുന്നു. അപ്പോൾ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് ഫ്രീ ഫ്രം ഓൾ കെയേഴ്സ് ഓർ ഓൾ വറീസ്. ഒരു പ്രശ്നമില്ല, അവന് എപ്പോൾ വേണമെങ്കിലും പ്രകൃതി ആസ്വദിക്കാം. അതാണ് പറയുന്നത്, ഈവൻ സച്ച് എ ഹാപ്പി ചൈൽഡ് ഓഫ് എർത്ത് ആം ഐ ആൻഡ് ഈവൻ ആസ് ദീസ് ബ്ലിസ്ഫുൾ ക്രീച്ചേഴ്സ് ഡു ഐ ഫിയർ. ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ദീസ് ബ്ലിസ്ഫുൾ ക്രീച്ചേഴ്സ്,
സന്തോഷം നിറഞ്ഞ ഈ ജീവജാലങ്ങൾ ഏതൊക്കെ ജീവജാലങ്ങളാണ്? നേരത്തെ പറഞ്ഞ സ്കൈലാർക്ക്, അതേപോലെ തന്നെ ദിസ് ഹെയർ, പ്ലേഫുൾ ഹെയർ, ആ മുയല്, അതേപോലെ തന്നെ സ്കൈലാർക്ക്, ആൻഡ് ഓൾ ദി ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇൻ നേച്ചർ ഓർ എർത്ത്. പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, ആനിമൽസ് ആൻഡ് ബേർഡ്സ്, പക്ഷി മൃഗാദികൾ. ആൻഡ് ഫോർ ഫ്രം ദിസ് വേൾഡ് ഐ വാക്ക്, ഈ ലോകത്ത് നിന്നും ഐ ആം വാക്കിംഗ് ഫോർ അവേ ഫ്രം ദിസ് വേൾഡ്, ഈ ലോകത്തിൽ നിന്നും ഞാൻ മാറിയാണ് നടക്കുന്നത്. ആൻഡ് ഫ്രം ഓൾ കെയർ, എന്താണ്? ബട്ട് there may come another day to me, മറ്റൊരു ദിവസമുണ്ട്, എന്താണ്? solitude, pain of heart, distress and poverty. I am away from this world, ഈ ലോകത്ത് നിന്നും, ഈ സന്തോഷപ്രദമായിട്ടുള്ള ലോകത്തിൽ നിന്നും ഞാൻ ദൂരെയാണ്. കാരണം എന്താണ്? in my mind there comes some fears of solitude. ഏതൊക്കെയാണ് ചിന്തകൾ? solitude, then pain of heart, ഹൃദയവേദന, എന്തെന്നില്ല, കാരണം പറയുന്നില്ല, എന്തൊക്കെയോ ചിന്തകൾ. അതേപോലെ തന്നെ ഡിസ്ട്രസ്, ഡിപ്രഷൻ, ആൻഡ് പോവേർട്ടി, ദാരിദ്ര്യം. അത് പുറമേയുള്ള ദാരിദ്ര്യമാകാം, അല്ലെങ്കിൽ ഇന്റേണൽ പോവേർട്ടി ആകാം, മനസ്സിന്റെ ദാരിദ്ര്യം, സ്നേഹക്കുറവ് അല്ലെങ്കിൽ സന്തോഷത്തിന് കുറവ്, അതൊക്കെ ദാരിദ്ര്യമാണ്. ഭക്ഷണത്തിന് കുറവെന്നുള്ളത് നമുക്ക് നികത്താൻ പറ്റുന്ന ഒരു കുറവാണ്. അതേസമയം ഇന്റേണൽ പോവേർട്ടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ പെയിൻ ഓഫ് ഡിസ്ട്രസ് അല്ലെങ്കിൽ പെയിൻ ഓഫ് ഹാർട്ട്. ദീസ് ആർ ദി ഫിയേഴ്സ് ഓർ ദീസ് ആർ ദി വറീസ് ദാറ്റ് ഡിസ്റ്റർബ് ഹിസ് മൈൻഡ്. അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുന്ന, അദ്ദേഹത്തിനെ ഈ ലോകത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് സ്റ്റാൻസ. My whole life I have lived in pleasant thoughts. The poet says that the poet lived life in a happy way, or he was pleasant throughout his life. തന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. As if life's business were a summer's moon. എന്താണ്? As if life's business, ജീവിതത്തിന്റെ ലക്ഷ്യം, the aim of life is to have a summer mood. Summer mood means pleasant atmosphere. ഒരു സന്തോഷമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. So I enjoyed life in a complete way, or I enjoyed life in a happy way. As if all needful things would come unsought. ഇനി കവി പറയുന്നത്, it is the principle of this poem. ഈ കവിതയുടെ ഒരു തത്വമാണത്. എന്താണ്? ഓൾ നീഡ്ഫുൾ തിങ്സ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വുഡ് കം അൺസോട്ട്, നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ പറയാറില്ല, നമ്മൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നമ്മളെ തേടി വരും. അത് തന്നെയാണ് കവി പറയുന്നത്. ഓൾ നീഡ്ഫുൾ തിങ്സ് വുഡ് കം അൺസോട്ട്, നമ്മളെ തേടി പോകുന്നൊന്നും വേണ്ട, നമുക്ക് വിധിച്ചതാണ് എങ്കിൽ നമ്മൾക്ക് വിധിച്ച ആ സംഭവം നമ്മളെ തേടിയെത്തും. ടു ജീനിയൽ ഫെയ്ത്ത്. Genial faith means you have real faith. If you have a real faith, everything that you deserve will come to you. അതാണ് പറയുന്നത്. And still rich in genial good. അതെന്ന് പറയുന്നത് it is a genial thought and it is genial good. ഒരു നന്മയാണ്. നമുക്ക് അർഹതപ്പെട്ടതും നമ്മളെ തേടി വരും. നമ്മളൊന്നിന്റെ പുറകെ ഇങ്ങനെ പോകണ്ട എന്നുള്ള ആ പരമമായ സത്യം. But how can he expect that others could build for him? ഇനി പറയുന്നു, he ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റിങ് ഗോഡ്, ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പറയുന്നത്? But how can he expect that others could build for him? Others could build for him means others could live for him. ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കണമെന്ന് എങ്ങനെ ദൈവത്തിന് ആഗ്രഹിക്കാൻ കഴിയും? കാരണം ഇതെന്ന് പറയുന്ന ഒരു സ്വർഗരാജ്യമല്ല. പല ആളുകളും പല രൂപത്തിൽ അല്ലെങ്കിൽ പല രീതിയിൽ ജീവിക്കുന്നവരാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. സോ ഫോർ ഹിം, ദൈവത്തിന് വേണ്ടി വിതയ്ക്കുക മീൻസ് ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ആൻഡ് അറ്റ് ഹിസ് കോൾ ലവ് ഹിം, ദൈവത്തിന്റെ വിളിക്ക് കാതോർത്തിരിക്കുക, ആ ദൈവവിളിയിൽ സന്തോഷിക്കുക, സ്നേഹിക്കുക. ഹൂ ഫോർ ഹിംസെൽഫ് വിൽ ടേക്ക് നോ ഹീഡ് അറ്റ് ഓൾ. അങ്ങനെ ഏത് മനുഷ്യനാണ് കഴിയുക? അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ദൈവ വിളിക്ക് കാതോർക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ആർക്കാണ് കഴിയുക? കാരണം എന്താ? ഹീ കെയേഴ്സ് നോട്ട് ഫോർ ഹിംസെൽഫ്. കാരണം മനുഷ്യന്
അവനെ പോലും ശ്രദ്ധിക്കാൻ നേരമില്ലാത്ത സമയത്ത്, കാരണം വി ആർ ബിസി വിത്ത് ലൈഫ്. ജീവിതത്തില് നമ്മൾ ഓട്ടാണ്. ജീവിതത്തിന് എന്തിനൊക്കെയോ വേണ്ടി ഓടുന്നു. നാളേക്ക് വേണ്ടി ഓടി ഓടി നമ്മൾ കാണാറുണ്ട് ഓരോ ദിവസവും ഓരോ നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് എല്ലാം സമ്പാദിച്ചു കൂടി അവസാനം നമ്മൾ എൻജോയ് ചെയ്യാമെന്ന ആ ഒരു അവസ്ഥയിലെത്തുന്ന സമയത്ത് നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഷുഗർ പ്രഷറൊക്കെ കൂടിയിട്ട് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാകും ടേബിളിൽ, പക്ഷേ ഒന്നും എടുത്ത് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഹി കെയേഴ്സ് നോട്ട് ഫോർ ഹിംസെൽഫ്. സ്വയം ഒരു സ്പേസ്, ഒരു പേഴ്സണൽ സ്പേസ് നിലനിർത്താൻ കഴിയാത്ത മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുക? ദൈവത്തിന്റെ ശബ്ദം എങ്ങനെ കേൾക്കും? കാരണം സ്വയം അവന് ശ്രദ്ധിച്ചാൽ മാത്രമാണ്, മെഡിറ്റേഷന്റെ ഒക്കെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്വന്തം ശ്രദ്ധിച്ചാൽ മാത്രമേ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസ് അവിടെ അവനവന് വേണ്ടി വെച്ചാൽ മാത്രമാണ് ദൈവത്തിന്റെ വിളിയൊക്കെ കേൾക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഓട്ടത്തിനിടയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓട്ടത്തിലൂടെ ജീവിക്കുന്ന സമയത്ത്, ഹൗ ക്യാൻ വി ലിവ് ഫോർ ഗോഡ്? ദൈവത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും? കാരണം വി ആർ ബിസി വിത്ത് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ ലെങ്തി പോം ഹാവിങ് 20 സ്റ്റാൻസസ്. 20 സ്റ്റാൻസയുള്ള ഒരു കവിതയാണ് ഇത്. ഈ എക്സാം അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ UPSC ലിറ്ററേച്ചർ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഒരു ചാപ്റ്ററാണിത്. അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.